സു ഫ്രം സോ. ഈ അടുത്ത കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു ഹൊറർ കോം ആണ് സു ഫ്രം സോ. ജിയോ ഹോട്ട്സ്റ്റാറിൽ മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷയിൽ അവൈലബിൾ ആണ്. വൺ അക്സെപ്റ്റൻസ്, ചെറിയ അക്സെപ്റ്റൻസ് ഒന്നുമല്ല, തിയേറ്ററിൽ വൺ അക്സെപ്റ്റൻസ് നേടി ഭയങ്കര ഹിറ്റായ ഒരു സിനിമയാണ്. പക്ഷെ OTT അങ്ങനാണോ ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ എന്റെ കാര്യം പറയുള്ളൂ. ഐ ഫൈൻഡ് ഇറ്റ് ഹൈലി ഓവർ റേറ്റഡ്. ഹൈലി പറഞ്ഞാൽ ഹൈലി ഓവർ റേറ്റഡ്. ഈ ഇക്കിളി ഇട്ടാൽ കൂടി ചിരി വരാത്ത അവസ്ഥയായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടിട്ട്. എല്ലാവരും പറയണ്ടായിരുന്നു ചിരിച്ചു വീണു, ചിരിച്ചു ചത്തു എന്നൊക്കെ. പക്ഷെ ഇതില് തീയും വന്നില്ല, ജ്യോതിയും വന്നില്ല, ചിരിയും വന്നില്ല. ആ ഒരു അവസ്ഥയാണ്. സോ ഞാൻ ചിരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയായിരുന്നു. മറ്റേ മിഥുനൻ സിനിമയിൽ ഇപ്പൊടയ്ക്കും തേങ്ങ പറഞ്ഞ പോലെ ഇപ്പൊ ചിരിക്കാൻ പറ്റും, ഇപ്പൊ ചിരിക്കാൻ പറ്റും പറഞ്ഞിട്ട്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വലിയ ചിരിയൊന്നും വന്നിട്ടില്ല. നല്ല രസമുണ്ട്. വൺ ബോർ പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല പടം, കൊച്ചു പടം. ആ ഒരു എക്സ്പെക്ടേഷനിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടാവാം, ഇഷ്ടാവാതിരിക്കാം. പക്ഷെ ഈ ഹൈ എക്സ്പെക്ടേഷൻ കൂടുന്തോറും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഒരു റിവ്യൂവിനും പറയാൻ പറ്റില്ല വേറെ ആൾക്ക് എന്താ തോന്നുന്നുള്ളത്. സോ കണ്ട് തീരുമാനിക്കാന്നേ ഞാൻ പറയുള്ളൂ. കണ്ടവർ അവരവരുടെ അഭിപ്രായം പറയാ. ചിലപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ട് വെച്ചാൽ ഇതിൽ ഞാനും ഇരുന്ന് കുറെ ചിരിച്ചിട്ടുണ്ടാവും. പക്ഷെ OTT എനിക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് തോന്നിയത്. ചിലപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞതിനായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ തെറി കേൾക്കാൻ വേണ്ടി പോണത്. തെറി വിളിച്ചുകൊണ്ട് എന്റെ അഭിപ്രായം മാറും? നോ, നെവർ. സോ തെറി വിളിക്കുന്ന എന്തോ വലിയ മഹത് കാര്യമൊന്നും അല്ല. എവനും വിളിക്കുക, ആർക്ക് വേണമെങ്കിലും വിളിക്കുക. വിളിക്കാതിരിക്കാനാണ് ബുദ്ധിമുട്ട്. സോ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 30 മിനിറ്റ്സ് ഐ ഫൈൻഡ് ഇറ്റ് വെരി ബോറിംഗ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. സ്റ്റിൽ ആ സമയത്തും ഇത് കാണാൻ തോന്നിച്ചത് രവി അണ്ണൻ പറഞ്ഞ ഒരു ക്യാരക്ടർ. അത് കിടു ക്യാരക്ടർ ആയിരുന്നു. ആ ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് പിന്നെയും കണ്ടിരിക്കാൻ തോന്നിയത്. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ഓവർ ആക്ടിങ് ആണ്, ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ആണ്. പക്ഷെ ഓവർ ആക്ടിങ് ഒരു ലിമിറ്റ് വിട്ടാൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. കള്ളു കുടിച്ചിട്ടൊക്കെ ചിലവരൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ അങ്ങനെ ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. രാജ്ബി ഷെട്ടി വന്നതിന് ശേഷം പടം രസമുണ്ട് എന്നേ പറയാനുള്ളൂ. ചിരിച്ചു വീണു, ചിരിച്ചു ചത്തു, അങ്ങനെയൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയില്ല. രാജ്ബി ഷെട്ടി ഒരു ലിമിറ്റ് വിട്ടപ്പോ ഭയങ്കര എന്തോ പോലെ എനിക്ക് തോന്നിയത്. അതായത് കാണിച്ച സീൻസിന് വീണ്ടും റിപ്പീറ്റ് കാണിച്ച്, മറ്റേ അളിയൻ വന്നല്ലോ എന്നുള്ള പാട്ടിടാൻ വേണ്ടിയിട്ട് അളിയനെ 3-4 വട്ടം വരുത്തുന്നുണ്ട്. രാജ്ബി ഷെട്ടിക്ക് ആ പ്രേതത്തിനെ ഒഴിപ്പിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് 5-6 വട്ടം ആ സീന് കാണിക്കുന്നുണ്ട്. ആ ചെറുക്കൻ എന്തിനാണെന്ന് അറിയില്ല, വെറുതെ ഇറങ്ങി നടന്ന് പോണൊക്കെ കാണിക്കുന്നുണ്ട്. ആ മറ്റേ വില്ലേജിന്റെ ബ്യൂട്ടി ഒക്കെ നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് പോസിറ്റീവ്സ് ഉണ്ട്. അല്ലേ, രവി അണ്ണന്റെ ക്യാരക്ടർ കിടുവായിരുന്നു. അങ്ങേരെ സ്കൂട്ടർ വരെ കിടുവായിരുന്നു. പിന്നെ ഇതിൽ മറ്റേ സുലോചന പറഞ്ഞ ആ സ്ത്രീയുടെ മകളായിട്ട് ഒരു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. ആ ഇമോഷണൽ സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അങ്ങനെ കുറച്ച് പോസിറ്റീവ്സ് ഉള്ള ഒരു കൊച്ചു പടം, അല്ലാതെ വൺ എക്സ്പെക്ടേഷനിൽ കാണാവുന്ന ചിരിച്ചു ചാവുന്നൊക്കെ പറയുന്ന ഒരു പടമായിട്ടൊന്നും പേഴ്സണലി എനിക്ക് തോന്നിയില്ല. സോ കണ്ട് തീരുമാനിക്കുക. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. സോ രാജ്ബി ഷെട്ടി എന്തായാലും മലയാളം ഇൻഡസ്ട്രിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല എന്ന് വളരെ വൃത്തിക്ക് തെളിയിച്ചതാണ്. കൊണ്ടലും അതേപോലെ തന്നെ മറ്റേ ടർബോലും കൊണ്ടുവന്നിട്ട് കോമാളി റോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങേര് ഭയങ്കര കിടിലൻ ആക്ടറാണ്. അത് അങ്ങേര് മറ്റേ ഈ സിനിമയിലുള്ള ചെറിയ റോള് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. and ഇങ്ങേരെ കുറെ പടങ്ങളുണ്ട്, കാണാത്തവരൊക്കെ വെച്ചാൽ കണ്ടു നോക്കുക. ഒരു വൺ ആക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടിപൊളി ആക്ടറാണ്. സോ ബട്ട് മലയാളം ഇൻഡസ്ട്രിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഇതിൽ ഞാൻ പറയില്ലേ, രവി അണ്ണൻ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ആ ഒരു ആൾ അടിപൊളിയായിരുന്നു. പേഴ്സണലി കൊച്ചു പടം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കും. പേഴ്സണലി എനിക്ക് ഒരു ആവറേജ് പടം ആയിട്ടാണ് തോന്നിയത്. ട്രൈ ഇറ്റ് ഔട്ട്.